ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ ദൃശ്യ ഓഡിയോ ടെക്, അതാണ് ഡിടെക് ഓഡിയോസ്. അവരുടെ ഒരു AB150 എന്ന് പറയുന്ന ഒരു ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു ആംബിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോണോ ആംപ്ലിഫയർ ആണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് 27-0-27 അല്ലെങ്കിൽ 30-0-30 കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 4 ഓംസിലൊരു 80-85 വാട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. 8 ഓംസിലാണെങ്കിൽ നമുക്കൊരു 50-40-45-50 അതിനകത്തുള്ളൊരു നേർപകുതിയാണ്. 100 വാട്ടാണ് കമ്പനി പറയുന്നത്, അതിൻ്റെ നേർപകുതി നമുക്ക് 8 ഓംസിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം കൂടാതെ തന്നെ ഈ ഒരു ആംബിൽ നമുക്ക് കാണാവുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോമ്പാക്റ്റ് ആണ്, ചെറിയ ബോർഡാണ്. മോണോ ബോർഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ ബോർഡാണ്. അത്യാവശ്യം കമ്പോണൻസ് ഒക്കെ ഉള്ള ഒരു സർക്യൂട്ടാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് അല്ല, അത്യാവശ്യം കമ്പോണൻസ് ഒക്കെ ഉള്ള ഒരു സർക്യൂട്ടിൽ തന്നെയാണ് ഇത് വരുന്നത്. കൂടാതെ തന്നെ ഇതിൽ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്പോണൻസ്, കപ്പാസിറ്ററൊക്കെ നമ്മുടെ കെൽട്രോണിൻ്റെ ഇട്ടിട്ടുണ്ട്. സാംവയും കൊള്ളാം, കെൽട്രോൺ നല്ല കപ്പാസിറ്റേഴ്സാണ്. സാംവയും കൊള്ളാം എന്നുള്ള കപ്പാസിറ്റേഴ്സൊക്കെ തന്നെയാണ്. ബഡ്ജറ്റ് ലെവലിൽ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല കപ്പാസിറ്റേഴ്സാണ്. കൂടാതെ ഇതിനകത്ത് വരുന്ന ട്രാൻസിസ്റ്റർ 52001943 തന്നെയാണ്. ജനകീയമായിട്ടുള്ള ജനപ്രിയ ട്രാൻസിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഈ 52001943. കാര്യം അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. മിഡൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. പക്ഷേ ഇതിന് പകരം NJW ഒക്കെ ആണെങ്കിൽ മിഡല്ല, കുറച്ച് ബാസാണ് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ 5200 നല്ലതാണ്. പിന്നെ TTA TTC സീരീസിൽ വരുന്നുണ്ട്, അതും നല്ല മിഡൊക്കെ കിട്ടുന്ന നല്ല IC തന്നെയാണ്. ഇത് തോഷിബ സീരീസിലുള്ള IC ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതിൽ നല്ല ഫെയർ വെച്ച് അവർ ചെയ്തിട്ടുണ്ട്. കാര്യം നല്ല സീരീസ് വരുമ്പോൾ 524 രണ്ട് 52001943 524 സീരീസിലാണ് ചെയ്തിട്ടുള്ളത്. സീരീസ് വെച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം നല്ലത് കണ്ടുപിടിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ചാത്തൻ ട്രാൻസിസ്റ്റേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള, എപ്പോഴും ഡിടെക് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അവർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ട്രാൻസിസ്റ്റേഴ്സ് തന്നെയായിരിക്കും അവരുടെ ബോർഡുകളിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നിങ്ങൾ വാങ്ങിയിട്ട് നോക്കിയാൽ മതി, അതിൽ നമുക്ക് കാണാനായിട്ട്. അല്ലെങ്കിൽ വേറെ വീഡിയോസിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആ വീഡിയോസിനകത്തും നമുക്ക് കാണാൻ പറ്റും. അവർ അത്യാവശ്യം നല്ല സീരീസ് നമ്പർ നോക്കിയിട്ടാണ് IC വാങ്ങിയിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിജയം. അത് പോയിട്ട് മറ്റൊരു കാര്യം, ഇത് വളരെ ചെറിയ ബോർഡാണ്, പക്ഷേ ഇതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി വലിപ്പമുള്ള ഒരു ഹീറ്റ് സിങ്ക് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ഹീറ്റ് സിങ്ക് ഇവിടെ കൊടുക്കണം. ഈ ഒരു ആമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഹീറ്റ് ആവും. അപ്പോൾ അതിന് താങ്ങാൻ വേണ്ടി നമുക്ക് നല്ലൊരു ഹീറ്റ്, ഇപ്പോൾ ഒരു ആമ്പിനകത്ത് ഒരു ഫാന് വെച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് താങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഹീറ്റ് സിങ്ക് വരുന്നത്. ഡിടെക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അവരുടെ ഏത് ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാലും നല്ല അടിപൊളി ഹെവി ആയിട്ടൊരു ഹീറ്റ് സിങ്ക് അതിനകത്ത് കാണും. ഞാൻ ഉദാഹരണം ജസ്റ്റ് ഒരു വേറൊരു ആമ്പുണ്ട്, ഞാനത് നിങ്ങളൊന്ന് കാണിക്കാം. ഇത് മറ്റൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ആമ്പിനകത്ത് പോലും അവർ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഹെവി ആയിട്ടൊരു ഹീറ്റ് സിങ്ക് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് പകരം ശക്തിയോ വേറെ ഏതെങ്കിലും കമ്പനിയുടെ കുമാരോ ശക്തിയൊക്കെ ആണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഹീറ്റ് സിങ്ക് ചിലപ്പോൾ അവർ ആഡ് ചെയ്യണമെന്നില്ല. ഈ ഒരു ബോർഡിനെ കാട്ടി അത്യാവശ്യം നല്ല വിലയും കാണും. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഡിടെക്കിൻ്റെ ബോർഡ് അത്യാവശ്യം നമുക്ക് ലാഭത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ബോർഡ് അത്യാവശ്യം വില കുറവ്, മറ്റേത് കമ്പനി വെച്ച് നോക്കുമ്പോഴും കുറച്ചും കൂടെ ഒരു വില കുറവ് എപ്പോഴും ഡിടെക്കിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അവരുടെ ക്ലാസ് D ആയാലും ക്ലാസ് AB ആയാലും അവരുടെ എന്ത് പ്രോഡക്റ്റ് ആയാലും മറ്റുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് താരതമ്യേന കുറച്ച് വില കുറവ് തന്നെ ആയിരിക്കും. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തോട്ടും അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഡീറ്റെയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. സ്പീക്കറിൻ്റെ ഗ്രൗണ്ടും മെയിൻ പവർ സപ്ലൈ ഗ്രൗണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. സ്പീക്കർ പ്ലസ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ആഡിയോ ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് പോകേണ്ട ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ്. ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്. കൂടാതെ പവർ സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കേണ്ട ഒരു സൈഡ് നമുക്ക് നോക്കാം. ഇവിടെയാണ് പോസിറ്റീവ് കൊടുക്കാനുള്ളത്, ഇവിടെയാണ് നെഗറ്റീവ് കൊടുക്കാനുള്ളത്. നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് എടുത്ത് നോക്കാം. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെയാണ് പോസിറ്റീവും ഇവിടെയാണ് നെഗറ്റീവും കൊടുക്കാനായിട്ടുള്ളത്. ഗ്രൗണ്ട് കൊടുക്കേണ്ട ഭാഗം ഇവിടെയാണ്. ഡിടെക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, അവർ ഈ കണക്ഷൻസൊക്കെ വളരെ കൃത്യമായിട്ട് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് എല്ലാ ബോർഡിനകത്തും മിക്ക ബോർഡിനകത്തും പുറകെ സൈഡിലും ഫ്രണ്ടിലൊക്കെ അവരുടെ മാർക്കിങ്ങും കൂടെ കാണും എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നല്ല ഹീറ്റ് സിങ്കും നല്ല കമ്പോണൻസ് ഇട്ട് ആയിരിക്കും അവരുടെ ബോർഡുകളും വരുന്നത്. കൂടാതെ തന്നെ ഔട്ട്പുട്ടിൽ കോയിലും കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഈ ആവശ്യമില്ലാത്ത ആ കോണ് കിടന്ന് വെറുതെ അടിക്കുന്നതിന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലൊരു ഇത് കോയിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരു ഫിൽറ്റർ വെച്ച്
സബ് വൂഫറിൻ്റെ ആമ്പായിട്ട് വർക്ക് ചെയ്യുന്നതിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സബ് വൂഫറിന് വേണ്ടി വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു 100 വാട്ടിനകത്തുള്ള പവർ കിട്ടുന്ന രീതിയിലുള്ള ഒരു സബ് വൂഫർ, ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചോ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, ഇനി 12 ഇഞ്ച് ഡൈനിറ്റി ഒക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു ബോർഡ് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പച്ച കളറിലുള്ളൊരു LED വരുന്നുണ്ട്. ബോർഡ് ഓൺ ആവുന്ന സമയത്ത് അവിടെ പച്ച കളർ LED തെളിയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ വരുന്നതിന് കൂടെ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് LED. പിന്നെ ഇവിടെ ഒരു പ്രീസെറ്റ്, ഇതൊരു ഓഫ്സെറ്റാണ്. ഈ ഒരു ഓഫ്സെറ്റ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ DC വന്നിട്ട് നിങ്ങളെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു കാര്യം ഞാൻ പറയാൻ, ഒരു ചെറിയ സർക്യൂട്ടിലാണ് അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം പിടിച്ച് കറക്കിയാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ആരും ഇത് പിടിച്ച് കറക്കരുത്. അല്ലാതെ ഇത് ഗെയിൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ഒരു സംഭവമല്ല. ഇത് കറക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ കൂടത്തില്ല, പകരം സ്പീക്കർ കത്തിപ്പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതാരും പിടിച്ച് കറക്കി പണി കിട്ടരുത്. അത് ഗെയിന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ഒരു സാധനമല്ല. കാരണം ചില ആൾക്കാരുണ്ട്, അവർ ഇതുപോലത്തെ ബോർഡൊക്കെ വാങ്ങിയിട്ട് ഇതുപോലത്തെ പ്രീസെറ്റൊക്കെ കറക്കുന്ന ഒരു ആൾക്കാരുണ്ട്. എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. കമ്പനിക്കാരവിടെ സെറ്റ് ചെയ്ത്, ബയാസിനാണെങ്കിൽ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീസെറ്റുകൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഓഫ്സെറ്റ് അവിടെ വളരെ കൃത്യമായിട്ട്, അതുകൊണ്ടാണ് അവരവിടെ എഴുതിയിട്ട് ഓഫ്സെറ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളതുകൊണ്ട് അത് പിടിച്ച് കറക്കി കുളമാക്കരുത്, പണി കിട്ടും. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ AC ആണ്. ഇതിൽ DC വേണം കൊടുക്കാൻ. AC സപ്ലൈ ചെയ്യേണ്ട ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ 27 ഒരു 6 ആംപിയർ 8 ആംപിയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അത്രയൊന്നും വേണ്ട, 4 ആംപിയർ കൊടുത്താൽ ഇത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. ചാനലിന് വേണ്ടിയിട്ടാണ്. ഈ സബ് വൂഫറിനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആംപിയർ കൂട്ടി ഒരു 6 ആംപിയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത്യാവശ്യം ഹീറ്റ് ആവുന്നതാണ്. ഫാന് വയ്ക്കണം. സബിനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫാൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചാനലിനാണെങ്കിൽ ഫാൻ വേണമെന്നില്ല, എന്നാലും വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് 12 വോൾട്ടിന് ഒരു 8 വോൾട്ട് 9 വോൾട്ട് ആക്കി കറക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫാൻ കറക്കാൻ വേണ്ടി ചെറിയ ഈ കൺവേർട്ടറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 12 വോൾട്ടിൻ്റെ താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് സ്പീഡ് കുറച്ച് കറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാനിൻ്റെ നോയ്സ് ഒഴിവാക്കി കിട്ടാം എന്നുള്ളത് ഒരു ഗുണമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഫാൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും ആമ്പിൻ്റെ ബോർഡിൽ. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് വലിയ ഹീറ്റ് സിങ്ക്, നിങ്ങൾ ഇതിനായിരുന്നു കുറച്ചും കൂടെ വലിയ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാനിൻ്റെ ഒരു ആവശ്യം വരില്ല. ഇതുപോലത്തെ ഹീറ്റ് സിങ്ക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഇതിന് ഫാൻ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല എയർ വെൻ്റുള്ള ക്യാബിനറ്റൊക്കെ ആണെങ്കിൽ ഫാൻ ഇല്ലെങ്കിൽ മാന്യമായിട്ട് വർക്ക് ചെയ്യും. ചാനലിന് വേണ്ടിയിട്ടാണെങ്കിൽ സബ് വൂഫറിനാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫാൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ബോർഡാണ്. ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 600 രൂപയ്ക്ക് അകത്തൊക്കെ ഉള്ള വിലയായിരിക്കാം ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല ഹീറ്റ് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 600 രൂപ ആ ഒരു റേഞ്ചിനകത്ത് ആയിരിക്കാം ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വില അറിയാൻ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്തും കമൻറ്റ് ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് അവരെ വാട്സപ്പിലോ ഫോൺ വിളിച്ചോ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവരെ കയ്യിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഡിടെക്കിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഡിടെക്കിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. ഏകദേശ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഓഡിയോ ക്വാളിറ്റിയുടെ കേസ്, ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. ഈ ബോർഡ് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. ഡിടെക്കിൻ്റെ ഈ ബോർഡ് ഞാൻ നേരത്തെ കാണിച്ച ബോർഡും ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ചെക്ക് ചെയ്ത്, അതായത് നേരത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങി ഇവിടെ വച്ചതാണ് ഞാൻ. പിന്നെ അതിനുശേഷം അത് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ വലുതായിട്ട്. കാര്യം അല്ലെങ്കിൽ ആവശ്യകത ഇപ്പോൾ വന്നില്ല. അപ്പോൾ ആരെങ്കിലും ആമ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗീവേ പോലെയൊക്കെ ബോർഡ് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. കാര്യം എനിക്ക് പണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ്, ഇപ്പോൾ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഓരോ രീതിയാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ പോലെ തന്നെയാണ്, ഓരോ ബോർഡ് വാങ്ങി ചെക്ക് ചെയ്ത് അവിടെ എവിടെയെങ്കിലും വയ്ക്കും. ആരെങ്കിലും വരുമ്പോൾ ഫ്രീ ആയിട്ടൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇതിന് മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഷിൻഡു ജോസഫ് എന്ന് പറയും, അവന് ഇത് വച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ 2-3 ചേട്ടന്മാർ ആമ്പ് ചെയ്യാൻ വരുന്ന സമയത്ത്, നന്ദു എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനൊക്കെ ഞാൻ ഇത് വച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വർക്കിംഗ് ആണ്, വേറെ ഇഷ്യൂ ഒന്നുമല്ല. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഔട്ട്പുട്ട് കിട്ടുന്നൊരു ബോർഡ് തന്നെയാണ്. ബഡ്ജറ്റ് ലെവലിൽ നല്ല ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. പിന്നെ ചില ആൾക്കാർ ആമ്പൊക്കെ നിർമ്മിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന, ഞാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബോർഡ് സജസ്റ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നല്ല വില കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സർവീസബിളാണ്. കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഡിടെക്കിനെ തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സർവീസും ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഡിടെക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ആമ്പിൽ ഇത് ഉൾപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഡിടെക്കിൻ്റെ.
അപ്പോൾ നമുക്കിത് ക്യാബിനറ്റിനകത്ത് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും വയ്ക്കാം. ഈ രീതി വെച്ചൊക്കെ ഒരു സ്പേസർ വെച്ച് പൊക്കി നിർത്തേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങനെ വേണമെങ്കിലും ക്യാബിനറ്റിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവർ ഇവിടെ സ്ക്രൂ ഹോള് കൊടുത്തിട്ടുണ്ട്, ത്രെഡ് ചെയ്ത് ഹോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്യാബിനറ്റിനകത്ത് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിടിപ്പിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ആണെങ്കിലും പിടിപ്പിക്കാം, പക്ഷേ അവിടെ സ്പേസർ വെച്ച് കുറച്ച് ഇങ്ങനെ പൊക്കി നിർത്തുന്നതായിട്ട് വരും. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലോ വിളിച്ചോ ഒക്കെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ വില കുറവാണ്. ഷിപ്പിങ്ങും കൊറിയറൊക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉള്ളതാണ്. 4 ഓംസിൽ 8 ഓംസിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ബോഡി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.